കോട്ടയം ജില്ലാ പഞ്ചായത്ത് 15 ഭിന്നശേഷിക്കാർക്ക് കൂടി സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തെ സ്പിൽ ഓവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂട്ടറുകൾ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്കൂട്ടറുകളുടെ രണ്ടാം ഘട്ട വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. 15 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായി ചെലവഴിച്ചത്. 30 പേർക്ക് ആദ്യഘട്ടത്തിൽ സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് വാഹനം നൽകിയത്. ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മുച്ചക്ര വാഹനം ഇവിടെ 15 പേർക്കാണ് ഇന്ന് കൊടുത്തത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ വെച്ചിരുന്ന പ്രോജക്റ്റിൽ 40 പേർക്ക് ഉണ്ടായിരുന്ന പദ്ധതിയായിരുന്നു. അതിൽ 25 പേർക്ക് കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം നമ്മൾ കൊടുത്തു. അതിൻ്റെ ബാക്കി 15 പേർക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട്. 23-24 വാർഷിക പദ്ധതിയിൽ 70 പേർക്കും കൂടി നമ്മൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ അത് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണ്. ജില്ലാ പഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷക്കാലത്തും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായിട്ട് ഉള്ള ആളുകൾക്ക് ഇപ്പം മുച്ചക്ര വാഹനം അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM മാത്യു, മഞ്ജു സുജിത്, PS പുഷ്പമണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ P പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PV ജയകുമാരി എന്നിവർ പങ്കെടുത്തു. കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽ കൈമാറ്റം നടത്തി. 36 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് AV റസൽ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് കേരളത്തിൽ വീടില്ലാത്തവർക്കെല്ലാം വീട് നിർമ്മിച്ച് നൽകുക എന്നതാണ്. നമുക്കെല്ലാം അറിയാം, ഒട്ടുമിക്ക കാര്യങ്ങളിലും ഒരുപാട് പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിച്ച നാടാണ് കേരളം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി ലോകത്തിലെ വികസിത സമൂഹങ്ങളോടൊപ്പം പലതിലും മത്സരിക്കാൻ കഴിയുന്ന പ്രാണി നേടിയിട്ടുള്ള ഒരു നാടാണ് കേരളം. ഉൽപാദന രംഗത്ത് നാം വളരെ പിന്നിലാണ്. സമ്പദ് ഉൽപാദനം കാർഷിക മേഖലയിലാണെങ്കിലും വ്യവസായ തലത്തിലാണെങ്കിലും സേവന തോരണിലാണെങ്കിലും ഉൽപാദനം കുറവുള്ള ഒരു സമൂഹമാണ്. സമ്പദ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മൾ പിന്നിലാണ്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീലമ്മ ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രീതാകുമാരി, കൊച്ചുറാണി ജോസഫ്, അഭിജിത്ത് മോഹനൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KD സുഗതൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ MN മുരളീധരൻ നായർ, ബിജു തോമസ്, KR രാജു, ജോസുകുട്ടി കണ്ണന്തറ, ലൈഫ് മിഷൻ കോർഡിനേറ്റർ ഷറഫ് P കംസ തുടങ്ങിയവർ സംസാരിച്ചു. ആകെ 219 വീടുകളാണ് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച് നൽകിയത്. ഈ സാമ്പത്തിക വർഷം നൽകിയ 56 വീടുകളിൽ 36 എണ്ണം പൂർത്തിയാക്കി. പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. മന്ത്രിമാരുടെയും വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ല. ചമ്പകുളം പഞ്ചായത്ത് 6-ാം വാർഡിൽ ഇടക്കറുക 440 പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും 100-ലധികം ലോഡ് നെല്ല് കിഴിവിൻ്റെ പേരിൽ സംഭരിക്കപ്പെടാതെ കിടക്കുന്നു. 425 ഏക്കറുള്ള ഈ പാടശേഖരത്തിൽ 185 ചെറുകിട കർഷകരാണ് കൃഷി ചെയ്യുന്നത്. ഈ കർഷകരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊയ്തു കൂട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. കേടുപാട് ഏതുമില്ലാതെ, ഈർപ്പം അല്പം പോലും ഇല്ലാതെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് എടുക്കണമെങ്കിൽ ക്വിൻ്റലിന് 1.5 കിലോയ്ക്ക് മുകളിൽ നെല്ല് കിഴിവ് കൊടുക്കണമെന്ന് ഏജന്റുമാർ വാശി പിടിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. ഞാൻ ഈ പാടശേഖരത്തിലെ കൃഷിക്കാരനാണ്. ഇടക്കറുക 4 പാടശേഖരമാണ്. ഈ പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് മുകളിലായി. ഈ നെല്ലെടുത്തുകൊണ്ട് പോകാനായിട്ട് മില്ലുകാർ വന്നിട്ട് അവർക്ക് കിഴിവ് വേണമെന്നും പറഞ്ഞ് 2 കിലോ കിഴിവ് വേണമെന്നാണ് പറയുന്നത്. ഞങ്ങളത് കൊടുക്കാൻ തയ്യാറില്ല. ഉണങ്ങി വരണ്ട് കിടക്കുന്ന നെല്ലാണിത്. മോസ്റ്റ് പോലും ഇല്ല. ആ നെല്ലെടുക്കണമെങ്കിൽ 2 കിലോ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൃഷിക്കാർ ആരും സമ്മതിക്കുന്നില്ല, കൊടുക്കാൻ തയ്യാറുമില്ല. അങ്ങനെ
ഇതിന് വേണ്ട അധികാരികൾ ഇടപെട്ട് ഈ നെല്ല് എത്രയും വേഗം എടുത്ത് മാറ്റിയണമെന്ന് ഞങ്ങൾ കൃഷിക്കാരെ അഭ്യർത്ഥിക്കുകയാണ്. പാടത്ത് താഴ്ചയിൽ കിടക്കുന്ന നെല്ല് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ അതിൻ്റെ പേരിൽ ഇല്ലാത്ത കിഴിവ് കൊടുക്കാൻ കർഷകർ എന്തിന് നിർബന്ധിതരാകണം? വേനൽ മഴ എപ്പോൾ വേണമെങ്കിലും എത്താമെന്ന സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കർഷകരെ സഹായിക്കാൻ ഭരണകൂടവും ഉദ്യോഗസ്ഥരും തയ്യാറാകേണ്ടിയിരിക്കുന്നു. ചമ്പക്കുളം പഞ്ചായത്തിൽപ്പെട്ട ഇടക്കരവ് നാലാപ്പ പാടശേഖരത്തിൽ 425 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. കൊയ്തിട്ടിന്ന് 4-5 ദിവസമായി. മില്ലുകാരെ കിഴിവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ നെല്ലെടുക്കാൻ കിടക്കുവാണ്. ചുറ്റുപാടും പിന്നെ ഉറവ കൊണ്ട് പരിസരമെല്ലാം നനവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ ഇവത്തെ ഇടപെട്ട് ഈ നെല്ലെടുത്ത് മാറണമെന്ന് അപേക്ഷിക്കാനേ ഒക്കുകയുള്ളൂ. കിഴിവ് 2 കിലോ നെല്ല് വീതം കൊടുക്കണം. ഉണങ്ങി വരണ്ട് കിടക്കുന്ന നെല്ലാണ്. അത് കർഷകർക്കാണെങ്കിൽ ആ പാടെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന കടം മേടിച്ച് കൃഷി ചെയ്ത പാട്ടക്കാരുമൊക്കെയാണ് 35,000 രൂപ പാട്ടം കൊടുത്താണ് കൃഷി ചെയ്യുന്നത്. അവർക്ക് 2 കിലോ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, മുതൽ പോലും ഊരി എടുക്കാനൊക്കെയില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇത് നെല്ലെടുത്ത് മാറണമെന്നാണ് ഇവിടുത്തെ കൃഷിക്കാരുടെ ആവശ്യം. പതിരിൻ്റെ പേര് പറഞ്ഞാണത്രേ ഏജന്റുമാർ കിഴിവ് ചോദിക്കുന്നത്. ഈ പൊന്മണികൾക്കിടയിൽ പതിരിൻ്റെ സാന്നിധ്യം എടുത്തു പറയാനായി ഒന്നുമില്ലെന്ന് കർഷകർ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം അടുത്തുള്ള പാടശേഖരത്തിൽ നിന്ന് കിഴിവൊന്നുമില്ലാതെ നെല്ല് സംഭരണം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഈ പാടശേഖരത്തിലെ കർഷകർ പറയുന്നു. ഈ പാടശേഖരത്തെ നെല്ലെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് കിഴിവ് ചോദിച്ചു. കിഴിവ് കൊടുക്കാൻ പാടശേഖരത്തെ കമ്മിറ്റിയും പൊതുവും കൃഷിക്കാരും ഞങ്ങൾ സമ്മതമല്ല. അയൽപാടത്ത് 2 പാടത്ത് നെല്ലെടുക്കുന്ന ഒരു ചുമട്ടുകാരനും കൂടെ ആണ് ഞാൻ. അയൽപാടത്ത് നെല്ലെടുത്ത് അവിടെ നെല്ല് കയറ്റിവിട്ട് ഇന്നലെ വരെ എടുക്കുകയായിരുന്നു. നെല്ലെടുപ്പ് കഴിഞ്ഞു. അവിടെ കിഴിവൊന്നുമില്ല. ഇവിടെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃഷിക്കാരെ സഹായിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വിനയമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാട്ടിലെ പ്രതിനിധികളും ആരും നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ കർഷകർ വിഷമിച്ചു പോകുന്ന ഈ സാധാരണപ്പെട്ട കർഷകർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ നെല്ല് ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് സൈഡ് ഈർപ്പങ്ങൾ വന്ന് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മേളിൽ അവർ കിഴിവ് ചോദിക്കും. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് പങ്കെടുത്ത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് പിന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. 425 ഏക്കറിൽ 25 ഏക്കർ നിലത്തെ നെല്ല് മാത്രമേ ചെറിയ വണ്ടികളിലെങ്കിലും ഇവിടെ നേരിട്ട് കയറ്റുവാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള നിലത്തെ നെല്ലത്രയും വള്ളത്തിൽ കയറ്റി 2 കിലോമീറ്ററോളം കെട്ടി വലിച്ചെങ്കിൽ മാത്രമേ കടവിൽ എത്തിച്ച് ലോറിയിൽ കയറ്റാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ വരുന്ന അധിക ചിലവുകളെല്ലാം സഹിക്കാൻ കർഷകർ തയ്യാറാണ്. എങ്കിലും അനാവശ്യമായി എന്തിന് കിഴിവ് കൊടുക്കണം എന്നാണ് കർഷകരുടെ ചോദ്യം. വേനൽ മഴയെ മുന്നിൽ നിർത്തി വെല്ലുവിളി ഉയർത്തുകയായിരിക്കാം ഏജന്റുമാരുടെ ലക്ഷ്യം. എന്നാൽ കർഷകരെ സഹായിക്കാൻ തയ്യാറുള്ള ഭരണകൂടം എത്രയും വേഗം ഉണർന്ന് പ്രവർത്തിച്ച് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു. കേരള NGO യൂണിയൻ 61 ആലപ്പുഴ ജില്ലാ സമ്മേളനം മാർച്ച് 16, 17 തീയതികളിൽ കുട്ടനാട്ടിൽ നടന്നു. മങ്കൊമ്പ് ചെത്തുതൊഴിലാളി യൂണിയൻ ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്കെതിരായി നിന്നവരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒന്നും ചെയ്യാത്തവരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയവരവർ. അതുകൊണ്ട് തന്നെ അവരുടെ രൂപീകരണ നാൾ മുതൽ 2025 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനം എന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവർ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വന്നപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തകർക്കുക, നമ്മുടെ ഭരണഘടനയെ ഇല്ലാതാക്കുക. 77 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ച് ആ ഭരണഘടന അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണഘടന തന്നെ ഇല്ലാതാക്കുക, ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലാതാക്കുക, ഫെഡറൽ സംവിധാനത്തെ തകർക്കുക, സാമൂഹ്യ നീതി ഇല്ലാതാക്കുക, സമത്വം ഇല്ലാതാക്കുക. സാമൂഹ്യ നീതിയും സമത്വവും ഫെഡറൽ സംവിധാനവും ജനാധിപത്യ സംവിധാനത്തെ എല്ലാം അട്ടിമറിക്കുക. ശനിയാഴ്ച ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P. സജിത് അധ്യക്ഷനായി. FSCTO ജില്ലാ പ്രസിഡന്റ് PD. ജോഷി, KSSPU ജില്ലാ സെക്രട്ടറി K. സോമനാഥപിള്ള, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി B. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി L. മായ, സെക്രട്ടറിയായി C. സിലീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. N. അരുൺകുമാറാണ് ട്രഷറർ. മാർച്ച് 17 ഞായറാഴ്ച നടന്ന സുഹൃത്ത് സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ പ്രചരണാർത്ഥം വാഴപ്പള്ളി മേഖലാ ഇലക്ഷൻ കൺവെൻഷൻ നടത്തി. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭരണകക്ഷി MLAമാർ
മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഡൽഹിയിൽ പോയി സമരം നടത്തി. സുപ്രീം കോടതി കേസ് കൊടുത്തു. സുപ്രീം കോടതി പറഞ്ഞു ഇപ്പൊ തൽക്കാലം 13,500 കോടി ഉടനെ കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ വീണ്ടും പറഞ്ഞു അവസാനം 5,000 കോടി തരാമെന്നായി. ഞാൻ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട്, നിങ്ങൾ BJPയുടെ ATM-ആയിട്ടല്ലേ നിയമസഭയിൽ പെരുമാറുന്നത്? നിയമസഭയിൽ നിങ്ങൾ BJPക്ക് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാര്യം എന്താണെന്നറിയാമോ? KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു വേണ്ടി വന്നാൽ, സമയം വന്നാൽ ഞാൻ BJPയിലേക്ക് പോകും. അദ്ദേഹം പറഞ്ഞു RSSന്റെ ശാഖകളെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു KPCC പ്രസിഡന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പക്കൽ നിന്ന് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കുരിശുമൂട്ടിൽ ചേർന്ന സമ്മേളനത്തിൽ CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. ലക്ഷ്മണൻ അധ്യക്ഷനായിരുന്നു. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം CPIM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KC ജോസഫ് നിർവഹിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ്, ജോൺസൺ അലക്സാണ്ടർ, AM തമ്പി, ജോണിച്ചൻ കൂട്ടുമേൽക്കാട്ടിൽ, C. സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പഠനത്തിന്റെ വിവിധ മേഖലകൾ സ്വായത്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ എടത്വ സെന്റ് മേരീസ് LP സ്കൂളിൽ AI റോബോട്ട് സ്ഥാപിച്ചു. തലവടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K. സന്തോഷ് അലക്സ എന്ന റോബോട്ടിനെ കുട്ടികൾക്കായി സമർപ്പിച്ചു. അധ്യാപകരുടെ സഹായമില്ലാതെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ കുട്ടികൾക്ക് റോബോട്ടുമായി ആശയവിനിമയം നടത്തുവാനാകും. ഭാഷയിലുള്ള കുട്ടികളുടെ അറിവിനെ പരിപോഷിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു. കുട്ടികൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് റോബോട്ടിൽ നിന്ന് അറിവ് ശേഖരിച്ച് പഠനം ലളിതവും സന്തോഷകരവുമാക്കുകയാണ് ലക്ഷ്യം. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, വാർഡ് മെമ്പർ ജെയിൻ മാത്യു, തലവടി BPC G. ഗോപലാൽ എന്നിവർ സംസാരിച്ചു. തലവടി ചെത്തിപ്പുരയ്ക്കൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും കഴിഞ്ഞ ദിവസം നടത്തി. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 100ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. മറ്റു പഠനകാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് കുട്ടികൾ കൂടി സ്വയം അവരുടെ 75% അവർ കൂടി ശ്രമിച്ചാണ് അതിന്റെ മുന്നിലെത്തുന്നത്. പക്ഷെ ഇതില് അധ്യാപകരുടെ നല്ല പങ്കുള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ആ പ്രവൃത്തി പരിചയ മേളയിലൊക്കെ ഏറ്റവും മുന്നിലെത്താൻ കഴിഞ്ഞത്. അപ്പൊ നല്ല ഒരു ടീം വർക്കോടുകൂടിയുള്ള അധ്യാപകരുടെ പ്രവർത്തനം ഈ സ്കൂളിനെ എല്ലാ മേഖലയിലും മുന്നിലെത്തിക്കാൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണ്. റിട്ടയർ ചെയ്യുന്നെങ്കിലും ടീച്ചറിൽ കുറച്ച് വർഷങ്ങൾ കൂടി ഇതേ ആരോഗ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ടീച്ചർ തന്നെയാണ്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വലിയ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്. സ്കൂൾ പ്രവേശന കവാടം, അസംബ്ലി പന്തൽ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കി. സ്കൂളിന്റെ അഭിമാന പദ്ധതിയായ ജനകീയ ലൈബ്രറി ഉദ്ഘാടന ഘട്ടത്തിലാണ്. ചടങ്ങിൽ SMC ചെയർപേഴ്സൺ PK ധനജ അധ്യക്ഷത വഹിച്ചു. തലവടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു എബ്രഹാം ഉപഹാര സമർപ്പണവും AEO സന്തോഷ് പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു. ജോസ് J. വെട്ടിയിൽ, J. ജയശങ്കർ, ASUP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലേഖ ജോർജ്, V. അശ്വതി, PV ചാക്കോ, ജോർജ് കുട്ടി ചെത്തിപ്പുരയ്ക്കൽ, പൂർവ്വ വിദ്യാർത്ഥികളായ രഘുനാഥൻ നായർ, ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, രതീഷ് 18 ചിറ, റസിയാമോൾ എന്നിവർ സംസാരിച്ചു. 31 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ശ്രീലേഖ തങ്കച്ചിക്ക് യാത്രയയപ്പ് നൽകി. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ഉപഹാരം സമർപ്പിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. ചേർത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൽ സ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം സംഘടിപ്പിക്കുന്നു. പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതീ യുവാക്കളുടെ വിവാഹമാണ് ഡിസംബറിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 ജില്ലയിൽ നിന്ന് നിർധരായ ഒരു 25 പെൺകുട്ടികളുടെ ഒരു സമൂഹവും നടത്തുവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ആ സമൂഹത്തിൽ ഞങ്ങൾ പേര് രക്ഷിച്ചപ്പോൾ 1600-1800ഓളം പുരുഷന്മാരും സ്ത്രീകൾ വളരെ ചുരുക്കവുമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പത്രസമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ നമ്മുടെ 14 ജില്ലയിൽ അറിയുന്ന നിർധരായ കുടുംബത്തിൽ നിന്നും പെൺകുട്ടികളെ കണ്ടെത്തി വിവാഹം നടത്തുന്നതിന് വേണ്ടി ഒരു സമൂഹ വിവാഹത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ആ സമൂഹ വിവാഹം
നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പ്രയത്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലും അയൽ ജില്ലയിലുള്ള എല്ലാ നല്ലവരായ കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ. അശരണരും നിരാലംബരുമായ നിർധന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള പഠന സഹായം, അവശരായ രോഗികൾക്കുള്ള മെഡിക്കൽ സഹായം, ആദിവാസി കുഷ്ഠരോഗ കോളനികൾ കേന്ദ്രീകരിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ എന്നീ പ്രവർത്തനങ്ങളും സൽസ്നേഹഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തി വരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കെ അനിൽകുമാർ, AR ബാബു, രമേശ് മണി തുടങ്ങിയവർ പങ്കെടുത്തു. ജനപ്രതിനിധികളും KSEB ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ശ്രമിച്ചപ്പോൾ ഒരു വീട്ടിൽ കൂടി വെളിച്ചമെത്തി. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമെ രൂക്ഷമായ സാമ്പത്തിക ക്ലേശവും അനുഭവിക്കുന്ന മാന്നാർ ഇരമത്തൂർ സ്വദേശിനി വത്സലയുടെ ഭവനത്തിലാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി എത്തിച്ചത്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി രഘുനാഥ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചേച്ചിക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഞാൻ വില്ലിങ്ങാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാഷ്വൽ ടോക്കൺ ഇടയ്ക്ക് പുഷ്പചേച്ചിയെ സൂചിപ്പിച്ചതും പ്രകാരമാണ് എനിക്കിങ്ങനെ ഒന്ന് ഇടപെടാൻ പറ്റിയത്. അപ്പോൾ അതിന് വാർഡ് മെമ്പറായ പുഷ്പചേച്ചിക്കും ഇതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന KSEBിലെ പ്രദീപ് സാറ്, പിന്നെ ഷാജി സാറ്, AE ഉൾപ്പെടെ ബാക്കിയുള്ള റവന്യൂ ടൂൾസ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി രഘുനാഥ് വയറിങ്ങും അനുബന്ധ ജോലികളും സ്വന്തം ചെലവിൽ ചെയ്തു നൽകിയതോടെയാണ് വൈദ്യുതി കണക്ഷനുള്ള വഴി തെളിഞ്ഞത്. വാർഡ് മെമ്പർ പുഷ്പ ശശികുമാർ രേഖകൾ തയ്യാറാക്കാൻ മുന്നിട്ടിറങ്ങി. KSEB മാന്നാർ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരുടെ പൂർണ്ണ സഹകരണം കൂടിയായപ്പോൾ ഇരുട്ടുവീണ ഭവനത്തിൽ വെളിച്ചമെത്തി. കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി കണക്ഷന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ പുഷ്പ ശശികുമാർ അധ്യക്ഷയായി. മാന്നാർ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനോയ്, ഓവർസിയർ പ്രദീപ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്യലഹരിയിൽ റേഷൻ കട ജീവനക്കാരനെ ബിയർ കുപ്പിക്കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. ടിപ്പർ ഡ്രൈവറായ മാന്നാർ കുട്ടമ്പേരൂർ ചെമ്പകമഠത്തിൽ സനലിനെയാണ് മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുട്ടമ്പേരൂർ 1654 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള റേഷൻ കടയിലെ ജീവനക്കാരൻ കുളഞ്ഞിക്കാരാഴ്മ മണലിൽ കാട്ടിൽ ശശിധരൻ നായർക്കാണ് പരിക്കേറ്റത്. പരസ്യമായി മദ്യപിച്ചെത്തിയ സനൽ മാതാവിന് സുഖമില്ലെന്നും അരി വേണമെന്നും റേഷൻ കാർഡ് മസ്റ്റർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് സൈറ്റ് കംപ്ലൈന്റ് ആണെന്നും മഞ്ഞക്കാർഡുള്ളവർക്ക് മാത്രമാണ് ഇന്ന് മസ്റ്റർ ചെയ്യുന്നതെന്നും പറഞ്ഞതോടെ പ്രകോപിതനായ സനൽ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി ഉപയോഗിച്ച് ശശിധരൻ നായരുടെ തലയ്ക്കടിക്കുകയായിരുന്നു. പരിക്ക് പറ്റിയ ശശിധരൻ നായർ മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ B രാജേന്ദ്രൻ പിള്ള, SI സനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. പൊതുതിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 19, 20 തീയതികളിൽ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന ഫീൽഡ് വർക്കർമാരുടെ കൂടിക്കാഴ്ച മാറ്റിവെച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് ഔദ്യോഗിക ആവശ്യത്തിന് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായി പരമാവധി 90 ദിവസം ഇന്ധനം ഉൾപ്പെടെ ടാക്സി വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജനറൽ മാനേജർ, ജില്ലാ വ്യവസായ കേന്ദ്രം, മുംതാസ് ടവർ, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന് സമീപം കളപ്പുര, ആലപ്പുഴ എന്ന വിലാസത്തിൽ മാർച്ച് 23 വരെ കൊട്ടേഷൻ സ്വീകരിക്കും. വിവരങ്ങൾക്ക് 0477 22 41 272 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ മാർച്ച് 19 രാവിലെ 10 മുതൽ 12 വരെ കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് എടുക്കാനുള്ളവർക്കായി പ്രത്യേക വാക്സിനേഷൻ സെഷൻ നടത്തും. ആദ്യ 2 ഡോസുകളായി കോവിഷീൽഡോ കോവാക്സിനോ സ്വീകരിച്ച് 6 മാസം പൂർത്തിയാക്കിയ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്കുള്ള കരുതൽ ഡോസാണ് നൽകുന്നത്. കോർബിവാക്സ് വാക്സിനാണ് ലഭ്യമായിട്ടുള്ളത്. www.cowin.gov.in എന്ന പോർട്ടൽ വഴി മാർച്ച് 16 മുതൽ മുൻകൂട്ടി സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി.
സ്വർണം ഗ്രാമിന് 6025 രൂപ, പവന് 48,200 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.